ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പല നിരക്കുള്ള പ്രചരണങ്ങളും പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിന്റെ കരുത്ത് പകർന്ന് ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പ്രവർത്തകരാണ്. നമ്മുടെ വഴിയാകാൻ ഈ രംഗത്ത് ഊർജ്ജസ്വരാകാൻ, വിവാദങ്ങളിലൊന്നും ഇടപെടാൻ സത്യസന്ധമായ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞാൻ ഇടവണ്ണപ്പാറയിൽ മേഖലാ എസ്കെഎസ്എഫിന്റെ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണം നടത്തി രാത്രി വീട്ടിലെത്തി രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ആദരണീയരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ പ്രസംഗത്തിൽ തറവാട് എന്ന് പറയുന്ന ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അത് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയകളിൽ അത് ഏതൊക്കെ രീതിയിൽ അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അതിനെ അവതരിപ്പിക്കുന്ന സാഹചര്യം. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ടു അതിന്റെ വസ്തുത വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിന്റെ വസ്തുത ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും എല്ലാവരെയും ആ വസ്തുത കൃത്യമായി ബോധ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഒന്ന് വിചാരിക്കുക പോലും ചെയ്യാത്ത, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് കാലം എസ്കെഎസ്എഫിലും അതേപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും പങ്കാളിയായ ഒരാൾ എന്നുള്ള നിലയിൽ, പൊതുവെ വിവാദങ്ങൾക്കൊന്നും പോകാത്ത ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ തന്നെ അങ്ങനെ ഒരിക്കലും എന്റെ മനസ്സിൽ പോലും ഊഹിക്കുക പോലും ചെയ്തിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സാധാത്തുക്കളെ ബോധ്യപ്പെടുത്തുകയും അവരത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചില വാക്കുകൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും അങ്ങനെ വന്നുപോയ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന എന്റെ FB പേജിൽ ഞാൻ ആ സംഭവം, ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, നാട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അങ്ങനെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പാണക്കാട് സാധാത്തുക്കൾക്കൊപ്പം, പാണക്കാട് കുടുംബത്തിനൊപ്പം, ആദരണീയരായ നമ്മുടെ നേതാക്കൾക്കൊപ്പം അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട മാർഗമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ പാരമ്പര്യവും പൈതൃകവും കൊണ്ട് തന്നെയാണ് എക്കാലത്തും നമ്മളത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെതിരായി ആര് കടന്നു വന്നാലും അവരെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ സംഘടനാ പ്രവർത്തനം അച്ചടക്കത്തിന്റെ അദബിന്റെ മര്യാദയുടെ മാന്യതയുടെ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് വിനീതമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരുമാറാവട്ടെ. ഈ സംഘടനയുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും പടച്ചറബ് നമുക്ക് നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഐക്യത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി മുഖദ്ദസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി